الرحمن الرحيم നുഖ്ബത്തുൽ ഫിഖ്ർ സബഖ് 14 فإن قيل إنما اتفقوا على وجوب العمل به لا على صحته. നമ്മൾ പറഞ്ഞു വന്നത് ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിൻ്റെയും കിതാബുകളെ ഉലമാ ഖബൂല് കൊണ്ട് ഏറ്റെടുത്തു എന്നത് നദരിയായ ഇൽമിനെ ഫായിദ വെപ്പിക്കുന്നതിൽ അഖ്വയാണ് എന്ന് മുസന്നിഫ് പറഞ്ഞിട്ട്, അപ്പോൾ അത് തനാഖുലില്ലാത്ത തഖാലുഫില്ലാത്ത മർഫൂ ആയ ഹദീസുകളെ കൊണ്ട് പ്രത്യേകമാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ മർഫൂ ആയ ഹദീസുകളെ ബുഖാരിയിലും മുസ്ലിമിലും ഉള്ള അവകളെ ഉമ്മത്ത് ഖബൂല് കൊണ്ട് ഏറ്റെടുത്തു എന്നത് അത് സഹീഹാണെന്ന് സമ്മതിക്കുന്നതിൻ്റെ മേൽ ഇജ്മാ ഹാസിലാണെന്ന് മുസന്നിഫ് പറഞ്ഞു. ഫൽ ഇജ്മാ ഹാസിലുൻ അലാ തസ്ലീമി സിഹ്ഹതിഹി എന്ന്. അപ്പോൾ ഉമ്മത്ത് അത് ഏറ്റെടുത്തപ്പോൾ എന്താണ്, അത് സഹീഹാണെന്നതുകൊണ്ട് സഹീഹാണെന്ന് സമ്മതിക്കുന്നു എന്നതിൻ്റെ മേൽ ഇജ്മാ ഹാസിലായി. സഹീഹാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ സഹീഹിൻ്റെ സിഹത്തിൻ്റെ ഖത്അ ലാസിമായി എന്നാണ് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആ ഹദീസുകൾ സഹീഹാണെന്ന് സമ്മതിക്കുമ്പോൾ ആ സമ്മതിക്കുന്നതിന്മേൽ അവർ ഇജ്മാ ആയാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നബി തങ്ങൾ പറഞ്ഞത് തന്നെയാണ് എന്ന് ലാസിമായി വരും എന്നാണ് മുസന്നിഫ് പറയുന്നത്. നബി തങ്ങളുടെ കലാമിൽപ്പെട്ടതാണ് എന്നുള്ള ഖത്ഇയ്യത്തിനെ അത് ഫായിദ വെപ്പിക്കും എന്ന് മുസന്നിഫ് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു ഖിലാഫ് ഫഇൻ ഖീല, അപ്പോൾ ചോദിക്കപ്പെട്ടാൽ, ഇവിടുത്തെ ഖായില് ഇമാം നവവി റഹ്മഹുള്ളയാണ്. നവവി ഇമാമും അതേപോലെ തന്നെ ഇബ്നു സലാഹ് റഹ്മഹുള്ളയും തമ്മിലുള്ള ഖിലാഫാണ് ഈ വിഷയത്തിൽ. എന്താ ഖിലാഫ്? ഖിലാഫെന്ന് പറഞ്ഞാൽ ഇത് സഹീഹാണ് എന്ന് ഇജ്മാ വരുമ്പോൾ അത് ഖത്ഇയ്യത്തിനെ ഫായിദ വെപ്പിക്കുമോ? ഫായിദ വെപ്പിക്കുകയില്ലേ? നബി തങ്ങളുടെ കലാമിൽപ്പെട്ടതാണ് എന്നതുകൊണ്ടുള്ള ഖത്ഇയ്യത്തിനെ അത് ഫായിദ വെപ്പിക്കുന്നുണ്ടോ, ഫായിദ വെപ്പിക്കുന്നില്ലേ എന്നതാണ് ഇവിടുത്തെ ഖിലാഫ്. ഇബ്നു സലാഹ് റഹ്മഹുള്ള പറഞ്ഞു അത് ഖത്ഇയ്യത്തിനെ ഫായിദ വെപ്പിക്കുന്നു. ഇമാം നവവി തങ്ങൾ പറഞ്ഞു അത് ഫായിദ വെപ്പിക്കുന്നില്ല, അതിനെ തടയുക. ഫായിദ വെപ്പിക്കുന്നു എന്ന് പറയുന്നതിനെ ഇമാം നവവി തങ്ങൾ തടയുന്നു. അതാണ് അവിടെ ഖീല. ഇന്നമത്തഫഖു, എന്താണ് ചോദിക്കുന്നത്? ഇന്നമത്തഫഖു അലാ വുജൂബിൽ അമലി ബിഹി. ആ മർഫൂ ആയ അല്ലെങ്കിൽ ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ആ ഖബൂല് കൊണ്ട് ഉലമാ ഏറ്റെടുത്ത ആ ഹദീസ് കൊണ്ട് അമല് ചെയ്യൽ നിർബന്ധമാണെന്നതിൻ്റെ മേലല്ലേ അവർ ഇത്തിഫാഖായത്? ലാ അലാ സിഹത്തിഹി, അല്ലാതെ അതിൻ്റെ സിഹത്ത് കൊണ്ടുള്ള ഖത്ഇന്മേലല്ലല്ലോ അവർ ഇത്തിഫാഖായത്. അല്ലെങ്കിൽ അങ്ങനെ അവർ വുജൂബുൽ അമലിൻ്റെ മേൽ ഇത്തിഫാഖായത് കൊണ്ട് അതിൻ്റെ ഖത്ഇയ്യത്തിനെ ലാസിമാക്കുന്നില്ലല്ലോ എന്ന് ഇമാം നവവി റഹ്മഹുള്ള പറഞ്ഞു, ചോദിച്ചു. അപ്പോൾ ആ ചോദ്യത്തിന് മനഅനാഹു, മുസന്നിഫ് പറയാണ് അതിനെ നമ്മൾ ദഫ് ചെയ്യാണ്. എതിനെ? ആ അമല് വുജൂബുൽ അമലിൻ്റെ മേലെ ആ ഒരു ഇത്തിഫാഖായത്, ആ ഇത്തിഫാഖ് എന്തിനെ ഫായിദ വെപ്പിക്കുന്നില്ല? അത് ഈ ഖത്ഇയ്യത്തിനെ ഫായിദ വെപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞതിനെ നമ്മൾ തടയുകയാണ്. വസനദുൽ മൻഇ, ആ തടയൽ, ആ മൻഇൻ്റെ ആ ദഫ്ഇൻ്റെ സനദ്, അതിൻ്റെ തെളിവ് എങ്ങനെയാണത്
നമ്മൾ ചെയ്യുന്നത് അത് പറയാ. അന്നഹും ആ ഉലമാക്കൾ ഈ മുത്തഫിഖൂന അവർ ഏകോപിച്ചിരിക്കുന്നവരാണ് അലാ വുജൂബിൽ അമലി ബികുല്ലി മാ സഹ സഹീഹായ എല്ലാ ഹദീസുകളെ കൊണ്ടും അമല് ചെയ്യൽ വുജൂബാണെന്നതിൻ്റെ മേൽ അവർ ഇത്തിഫാക്കാണ്. അത് വലൗലം യുഖ്രിജുഹു ഷെയ്ഖാനി, അത് ഷെയ്ഖാനി പുറപ്പെടുവിച്ചിട്ടില്ലെങ്കിലും ശരി, ഷെയ്ഖാനി പുറപ്പെടുവിച്ചിട്ടില്ലെങ്കിലും ശരി, സഹീഹായ ഏതെല്ലാം ഹദീസുണ്ടോ അതുകൊണ്ടൊക്കെ അമല് ചെയ്യൽ വുജൂബാണെന്നതിൽ അവർ ഇത്തിഫാക്കാണ്. അപ്പോൾ അങ്ങനെ അവർ ഇത്തിഫാക്കാണെന്ന് പറയുമ്പോൾ ഫലം യബ്ഖലി സഹീഹൈനി ഫീ ഹാദാ, ഈ വിഷയത്തിൽ അതായത് സഹീഹായ അമല് കൊണ്ട് ഹദീസ് കൊണ്ട് അമല് ചെയ്യൽ വുജൂബാണെന്നതെന്ന വിഷയത്തിൽ പിന്നെ സഹീഹൈനിക്ക് ബുഖാരിക്കും മുസ്ലിമിനും ബാക്കിയാകൂല മസിയത്തുൻ, ഒരു പ്രത്യേക ശ്രേഷ്ഠതയൊന്നും ബാക്കിയാകൂല എന്ന് പറയേണ്ടി വരും. ഏത് നിലയിൽ? വൽ ഇജ്മാഉ, ഇജ്മാ ഹാസിലുൻ അലാ അന്ന ലഹുമാ, അവയ്ക്ക് രണ്ടിനും ബുഖാരിക്കും മുസ്ലിമിനും ഉണ്ട് മസിയത്തൻ, മസിയത്ത് ഉണ്ട് എന്നതിൻ്റെ മേൽ ഇജ്മാ ഹാസിലാണ്. ഫീമാ യർജു ഇലാ നഫ്സി സിഹത്തി, സിഹത്തിൻ്റെ നഫ്സിലേക്ക് മടങ്ങുന്ന ഒന്നിൽ ബുഖാരിക്കും മുസ്ലിമിനും എന്തുണ്ട്? പ്രത്യേകതയുണ്ട് എന്നത് ഇജ്മാ ആണ്, ആ ഇജ്മാ ഹാസിലാണ്. അപ്പോൾ ആ മസിയത്ത് എന്താണ്? ആ സിഹത്തിനെ ഖത്ഇയ്യത്തിനെ ഫായിദ വെപ്പിക്കുന്നു എന്നാണ് മുസന്നിഫ് പറയുന്നത്. നവവി ഇമാമ് പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞ് ദഫ് ചെയ്യുകയാണ്. നവവി ഇമാമ് പറഞ്ഞത് എന്താ? അത് ഖത്ഇയ്യത്തിനെ ഫായിദ വെപ്പിക്കുന്നില്ല. കാരണം പറഞ്ഞത് മുസന്നിഫ് നവവി ഇമാമ് പറഞ്ഞത് അത് വുജൂബുൽ അമലിൻ്റെ മേൽ അവർ ഇത്തിഫാഖായതാണല്ലോ, അതുകൊണ്ട് അത് സിഹത്തിനെ ഫായിദ വെപ്പിക്കുന്നില്ല. സിഹത്തിനെ ഫായിദ വെപ്പിക്കുന്നില്ല പറഞ്ഞാൽ ഖത്ഇയ്യത്തിനെ ഫായിദ വെപ്പിക്കുന്നില്ല. അതിനെയാണ് മുസന്നിഫ് എന്ത് ചെയ്തത്? റദ്ദ് ചെയ്തത്, ദഫ് ചെയ്തത്. അപ്പോൾ മുസന്നിഫ് ഇബ്നു സലാഹ് റഹിമഹുള്ളയുടെ ആ അഭിപ്രായത്തിന്മേലാണ് ഉള്ളത്. എന്നിട്ട് മുസന്നിഫ് പറയാണ് വ മിമ്മൻ സറഹ ബി ഇഫാദത്തി മാ ഖറജഹു ഷെയ്ഖാനി അൽ ഇൽമൻ നദരിയ, വ മിമ്മൻ ഒരുത്തരിൽപ്പെട്ടവരാണ് സറഹ അവർ വ്യക്തമാക്കി ബി ഇഫാദത്തി മാ ഖറജഹു അഷെയ്ഖാനി, ഷെയ്ഖാനി പുറപ്പെടുവിച്ച ഒരു ഹദീസ് ഫായിദ വെപ്പിക്കുമെന്നതുകൊണ്ട് വ്യക്തമാക്കി. എന്തിനെ ഫായിദ വെപ്പിക്കും? അൽ ഇൽമൻ നദിരിയ, നദിരിയായ ഇൽമിനെ ഫായിദ വെപ്പിക്കുമെന്നതുകൊണ്ട് സ്വരീഹാക്കിയവരുടെ കൂട്ടത്തിൽ പെട്ടവരാണ് അൽ ഉസ്താദു അബൂ ഇസ്ഹാഖുൽ ഇസ്ഫറാനി, അബൂ ഇസ്ഹാഖുൽ ഇസ്ഫറാനി റഹ്മഹുല്ല എന്നവർ. അവർ ഈ ഹദീസ്, ഈ ഷെയ്ഖാനി പിന്നെ പുറപ്പെടുവിച്ച ഹദീസ് നദിരിയായ ഇൽമിനെ ഫായിദ വെപ്പിക്കുന്നു സരീഹാക്കിയവരിൽപ്പെട്ടവരാണ്. അതുപോലെ വമിൻ അഇമ്മത്തിൽ ഹദീസി, ഹദീസിൻ്റെ അഇമ്മത്തുകളിൽ നിന്നും ഇങ്ങനെ സ്വരീഹാക്കിയവരിൽപ്പെട്ടവരാണ് ആര്? അബൂ അബ്ദുല്ലാഹിൽ ഹുമൈദിയു വ അബുൽ ഫളിൽ ഇബ്നു താഹിർ റഹ്മഹുല്ല, ഇവർ രണ്ടുപേരും. വ ഗൈറുഹുമ, ഇവർ രണ്ടുപേരും അല്ലാത്തവരും. ഇവർ രണ്ടുപേരും അല്ലാത്തവരെന്ന് പറഞ്ഞാൽ പിന്നെ അഇമ്മത്തുൽ ഹദീസ്, ഹദീസിൻ്റെ അഇമ്മത്തുകളിൽ നിന്ന് ഇവർ രണ്ടും അല്ലാത്തവർ. അബൂ ഇസ്ഹാഖുൽ ഇസ്ഫറാനി എന്ന് പറഞ്ഞ മഹാൻ എന്താണ്? ഉസൂലിയായ പണ്ഡിതനാണ്. അതുകൊണ്ട് വൈറുഹുമ എന്ന് മുസന്നിഫ് പറഞ്ഞു. വൈറുഹും എന്ന് പറയാതെ വൈറുഹുമ എന്ന് പറഞ്ഞു. ഇത് മുസന്നിഫിൻ്റെ വാദത്തിനെ തഈദ് ചെയ്യാൻ വേണ്ടി മുസന്നിഫ് കൊണ്ടുവന്ന, മുസന്നിഫിൻ്റെ വാദം എന്താണ്? അതെന്ത് പിന്നെ ഷെയ്ഖാനി പുറപ്പെടുവിച്ച ഹദീസ് ഖത്ഇയ്യത്തിനെ ഫായിദ വെപ്പിക്കുമെന്നാണല്ലോ പറഞ്ഞത്. ആ ഖത്ഇയ്യത്തിനെ ഫായിദ ലാസിമാക്കും എന്ന് പറഞ്ഞതിനെ തഈദ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുസന്നിഫ് ഇത് കൊണ്ടുവന്നത്. ഒമിമ്മൻ സറഹ എന്നുകൊണ്ടുള്ള ഇബാറത്ത് കൊണ്ടുവന്നത്.
എന്നിട്ട് വയഹ്തമിലു, എന്നിട്ട് മുസന്നിഫ് പറയാണ് വയഹ്തമിലു, സാധ്യതയുണ്ട് യുഖാല, പറയപ്പെടാൻ സാധ്യതയുണ്ട് എന്ത്, അൽ മസിയത്തുൽ മദ്കൂറത്തു, നമ്മളിപ്പോൾ അവിടെ മേളിൽ പറഞ്ഞൊരു ബുഖാരിക്കും മുസ്ലിമിനൊരു പ്രത്യേക ഫളീലത്തുണ്ടെന്ന് പറഞ്ഞല്ലോ. വൽ ഇജ്മാഉ ഹാസിലുൻ അല അന്ന ലഹുമാ മസിയത്തൻ ഫീമാ യർജു ഇലാ നഫ്സി സിഹ്ഹത്തി എന്ന് പറഞ്ഞ ആ മസിയത്ത്, ആ സ്ഥാനം, ആ ഫളീലത്ത്, അത് കൗനു അഹാദീസിഹിമാ, ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും ഹദീസുകൾ ആകൽ അസഹൽ ഹദീസി അല്ലെങ്കിൽ അസഹ സഹീഹി, സഹീഹുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അസഹായത് എന്ന് പറയാൻ ഇഹ്തിമാലുണ്ട്. അപ്പോൾ ആ മസിയത്ത് ഖതഇയ്യത്തിനെ ഫായിദ വെപ്പിക്കുക എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ എന്താണ്, അത് അസഹൽ ഹദീസാണ് ആകുന്നതിന് സാധ്യതയുണ്ട്. ഇങ്ങനെ രണ്ട് ഇഹ്തിമാൽ ഇപ്പോൾ അതിന് വന്നു. അപ്പോൾ മുസന്നിഫിൻ്റെ വാദം ലഈഫായ വാദമാണെന്ന് എന്ത് ചെയ്തു, അതുകൊണ്ട് മനസ്സിലായി എന്നാണ്. സിഹത്തിനെ ഫായിദ വെപ്പിക്കും എന്ന് പറയാൻ, ഖതഇയ്യത്തിനെ ഫായിദ വെപ്പിക്കുമെന്ന് പറയാൻ മുസന്നിഫ് പറഞ്ഞത് ഈ മസിയത്താണ്, ബുഖാരിക്കും മുസ്ലിമിനുമുള്ള ഈ പ്രത്യേക ഫളീലത്താണ്. അപ്പം ആ ഫളീലത്ത്, ആ മസിയത്ത് ഇങ്ങനെ ആയിക്കൂടെ, ഇങ്ങനെയും ആകാൻ ഇഹ്തിമാലുണ്ടല്ലോ. എന്ത്, അത് സഹീഹുകളുടെ കൂട്ടത്തിൽ മറ്റെല്ലാ സഹീഹുകളെയും അപേക്ഷിച്ച് ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും സഹീഹ് എന്താണ്, അസഹാണ്. അപ്പോൾ ആ മസിയത്ത് കൊണ്ട് അതാണ് കിട്ടുന്നത്, അതിനും ഇഹ്തിമാലുണ്ട് എന്ന് പറയാം. അപ്പോൾ മുസന്നിഫിൻ്റെ വാദം എന്താണ്, ഒരു ലഈഫായ വാദമാണ് എന്ന് മനസ്സിലായി. ഏതായാലും ഇമാം നവവി റഹ്മഹുല്ല വാദിച്ച വാദം ഇബ്നു സലാഹ് തങ്ങളുടെ വാദത്തിനെതിരാണ്. അപ്പോൾ ഇബ്നു സലാഹ് തങ്ങളോടൊപ്പം ആണ് മുസന്നിഫ് നിൽക്കുന്നത്. ഇന്നമൽ നുഖ്തത്തുൽ ഖററിൽ പറയണ വഇന്നമൽ ഖിലാഫു ഫീ അന്നഹു ഹൽ യൽസമു മിൻ ഇജ്മാഇൽ ഉമ്മത്തി അലൽ അമലി ബിമാ ഫീഹിമാ, ബുഖാരിയിലും മുസ്ലിമിലും ഉള്ളതായ ഒരു മർഫൂആയ ഹദീസ് കൊണ്ട് അമല് ചെയ്യുന്നതിൻ്റെ മേൽ ഉമ്മത്ത് ഇജ്മാ ആണെന്നതിനാൽ ലാസിമാകുമോ അൽ ഖത്അ ബി അന്നഹു മിൻ കലാമിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കലാമിൽ പെട്ടതാണെന്ന ഖത്ഇനെ അത് ലാസിമാക്കുമോ, അം ലാ യൽസമു, അതല്ല ലാസിമാക്കിയില്ലേ എന്നതാണ് ഇവരുടെ ഖിലാഫ്. അന്നവവിയു വമൻ മഅഹു, നവവിയും നവവിമാമിനോടൊപ്പം ഉള്ളവരും യദ്ദഊന അദമൽ ലുസൂമി, അങ്ങനെ ലുസൂമിനെ അത് ലാസിമാക്കുന്നില്ല എന്നതിനെയാണ് അവർ വാദിക്കുന്നത്. ആ ഖത്ഇയത്തിനെ ലാസിമാക്കുന്നില്ല. എന്നാൽ വബിനു സലാഹ് വമൻ മഅഹു, ഇബ്നു സലാഹ് റഹ്മഹുല്ലയും അവരോടൊപ്പം ഉള്ളവരും, വമിൻഹും അവരുടെ കൂട്ടത്തിലാണ് അൽ മുസന്നിഫും, മുസന്നിഫും അവരുടെ കൂട്ടത്തിലാണല്ല, ഇബ്നു ഹജർ തങ്ങൾ അവരോടൊപ്പമാണ്. അവർ പറയുന്നത് യഖൂലൂന ബില്ലുസൂമി, അങ്ങനെ ലാസിമ ഖത്ഇയത്തിനെ ലാസിമാക്കും. കാരണം ലി അന്നൽ ഉമ്മത്തിൽ മഅസൂമ മിനൽ ഖത്ഇ, ഖത്ഇൽ നിന്ന് മഅസൂമത്തായ ഉമ്മത്തിൻ്റെ ലന്ന് മഅസൂമും മിനൽ ഖത്ഇ, അതും ഖത്ഇൽ നിന്ന് മഅസൂമാണ്. ബൽ എന്നല്ല, ലാ മഅന ലി ഇസ്മത്തിഹ, ആ ഉമ്മത്തിൻ്റെ ഇസ്മത്തിനിക്ക് ഒരു മഅന ഇല്ല, ഇല്ല ഇസ്മത്തഹ അനിൽ ഇജ്മാഇ അലൽ ഖത്ഇ, ഖത്ഇൻ്റെ മേൽ ഇജ്മാഅനെ തൊട്ടുള്ള ഇസ്മത്തല്ലാതെ. അപ്പോൾ ഫൈദ അജ്മഅത്ത് അല അംരിൻ, അപ്പോൾ ഉമ്മത്ത് എന്താണ്, ഒരു അംറിന്മേൽ ഇജ്മാ ആയാൽ ഫയസ്തദില്ലു ബി ഇജ്മാഇഹ അലൈഹി, അതിൻ്റെ മേലെ ഉമ്മത്ത് ഇജ്മാ ആയതുകൊണ്ട് ദലീൽ പിടിക്കപ്പെടും. അല അന്ന ഹാദൽ അംറ ഹുവൽ ഹഖു, ഈ കാര്യം ഹഖാണ് എന്നതിൻ്റെ മേൽ ഇജ്മാ പിടിക്കപ്പെടും. വഹാദ മഅന ഇഫാദത്ത് തലഖിൽ ഉമ്മത്തി ബിൽ ഖബൂലി അൽ ഇൽമൻ നദരിയ, ഇതാണ് ഉമ്മത്ത് ഖബൂൽ കൊണ്ട് അതിനെ ഏറ്റെടുത്തു എന്നത് ഫായിദ വെപ്പിക്കുന്ന, എന്തിൻ്റെ ഫായിദ വെപ്പിക്കുന്ന,
ഈ നദരിയായ ഇൽമിനെ ഫായിദപ്പിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ മാന ഇതാണ് എന്ന് നുഖ്തത്തുൽ ഉറവിൻ്റെ മുസന്നിഫ് ഇതിൻ്റെ ഷറഹിൽ പറയുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഇവിടെ ഇമാം നവവിയും ഇബ്നു സലാഹും തങ്ങളും തമ്മിലുള്ള ഒരു ഖിലാഫിനെയാണ് അവിടെ എന്ത് ചെയ്തത്, മുസന്നിഫ് ബയാൻ ചെയ്തത്. ഇനി വമിൻഹ, ആ കരീനത്ത് കൊണ്ട് ചുറ്റപ്പെട്ട ഹദീസുകളുടെ ഇനങ്ങളിൽപ്പെട്ടതാണ് അൽ മഷ്ഹൂറു, മഷ്ഹൂർ. ഇൻഷാ അല്ലാഹ് അത് പിന്നീട്